Hello dear students, today we'll discuss about the Indian Contract Act 1872. Before understanding the meaning of Indian Contract Act, you must understand what you mean by law and what you mean by business law. First going to discuss what you mean by law. Law is a rule of external human action enforced by political sovereign authority. ശ്രദ്ധിക്കുക, ലോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് റൂൾ. ഒരു വ്യക്തി ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാനുള്ള സെറ്റ് ഓഫ് റൂൾസിനെയാണ് ലോ എന്ന് പറയുന്നത്. ആ ലോ എൻഫോഴ്സ് ചെയ്യുന്നത് പൊളിറ്റിക്കൽ അതോറിറ്റിയാണ്. നമ്മുടെ ഇന്ത്യ ആയാലും നമ്മുടെ സംസ്ഥാനമായാലും അവിടെ എന്താണ്, പൊളിറ്റിക്കൽ അതോറിറ്റി ഉണ്ട്. ആ പൊളിറ്റിക്കൽ അതോറിറ്റിയാണ് ലോ പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ ഒരാളെ വെടിവെച്ച് കൊല്ലുകയാണ്. ഇവിടെ വെടിവെച്ച് കൊല്ലുന്നത് എൻ്റെ കൈ കൊണ്ടാണ്. അതെന്താണ്, എക്സ്റ്റേണൽ ഹ്യൂമൻ ആക്ഷനാണ്. ഞാൻ എൻ്റെ കൈ കൊണ്ടാണ് ആ പ്രവൃത്തി ചെയ്യുന്നത്. പക്ഷെ ഇവിടെ പ്രവൃത്തി ചെയ്യുന്നത് എൻ്റെ മനസ്സിൽ നിന്നാണ്. അതായത് എൻ്റെ ഇൻറ്റേർണൽ മൈൻഡാണ് എന്നെ കൊണ്ട് ആ പ്രവൃത്തി ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഒരാളുടെ ഇൻറ്റേർണൽ മൈൻഡിനെ മാത്രമായിട്ട് ശിക്ഷിക്കാൻ പറ്റില്ല. എൻ്റെ കൈ കൊണ്ടാണ് ഞാൻ ആ പ്രവൃത്തി ചെയ്തത്. അപ്പോൾ എന്നെ മൊത്തത്തിലാണ് ശിക്ഷിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഇൻറ്റേർണൽ മൈൻഡിൽ നിന്നും എന്താണ്, എന്നെ കൊണ്ട് ആ പ്രവൃത്തി ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ എന്താണ്, ഇൻറ്റേർണൽ മൈൻഡ് മാത്രമായിട്ട് ഒരാളെ ശിക്ഷിക്കാൻ പറ്റില്ല. രണ്ടും എക്സ്റ്റേണൽ ഹ്യൂമൻ ആക്ഷൻ അതാണ് പറയുന്നത്. അതിനെയാണ് എന്താണ് ശിക്ഷിക്കുന്നത്. അപ്പോൾ എന്താണ്, ലോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വ്യക്തി ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക. ഇനി പറയാൻ പോകുന്നത്, ലോ പലതരത്തിലുണ്ട്. പലതരത്തിലുള്ള നിയമങ്ങൾ നമ്മുടെ ഇന്ത്യയിലായാലും സംസ്ഥാനത്തായാലും ഉണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്, മദ്യപിച്ച് വാഹനം ഓടിക്കരുത്. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ലോ പറയുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഈ കോവിഡ് കാലത്ത് പലതരത്തിലുള്ള നിയമങ്ങൾ എന്താണ്, പൊളിറ്റിക്കൽ അതോറിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ അറിയുന്നതാണ്. പലതരത്തിലുള്ള നിയമങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മൂവ് ടു നെക്സ്റ്റ് ടോപ്പിക്, ബിസിനസ് ലോ. ബിസിനസ് ലോ ഈസ് അതർവൈസ് നോൺ ആസ് മെർക്കൻറ്റൈൽ ലോ ഓർ കൊമേഴ്ഷ്യൽ ലോ. ബിസിനസ് ലോയിനെ നമുക്ക് മറ്റൊരു വിധത്തിൽ എന്ത് പറയാം, മെർക്കൻറ്റൈൽ ലോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ലോ എന്ന് പറയാം. ദി ബിസിനസ് ലോ ഈസ് എ പാർട്ട് ഓഫ് സിവിൽ ലോ. സിവിൽ ലോന്റെ ഒരു പാർട്ടാണ് ഏത്, ബിസിനസ് ലോ. ബിസിനസ് ലോ ഗവേൺസ് ആൻഡ് റെഗുലേറ്റ്സ് ദി ട്രേഡ്, ദി ഓക്സിലറീസ് ഓഫ് ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി. ബിസിനസ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്, കച്ചവടത്തെയും അതേപോലെ തന്നെ വ്യവസായത്തെയൊക്കെ മൊത്തത്തിൽ എന്താണ് കൺട്രോൾ ചെയ്യുന്ന സെറ്റ് ഓഫ് റൂൾസ് ആണ്. അതായത് നമ്മുടെ എന്താണ്, വ്യാപാരത്തെയും വ്യവസായത്തെയും മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് റൂൾസിനെയാണ് നമ്മൾ ബിസിനസ് ലോ എന്ന് പറയുന്നത്. ഓക്സിലറീസ് ഓഫ് ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ട്രാൻസ്പോർട്ടേഷൻ, ബാങ്കിങ്, ഫിനാൻസ്, വെയർ ഹൗസിങ്, അതുപോലെ ഇൻഷുറൻസ്, ഇതിനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നിയന്ത്രിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കച്ചവടത്തെയും അതേപോലെ തന്നെ ഓക്സിലറീസ് ഓഫ് ട്രേഡിനെയൊക്കെ എന്താണ് നിയന്ത്രിക്കുന്ന സെറ്റ് ഓഫ് റൂൾസിനെയാണ് ബിസിനസ് ലോ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ മോഡേൺ ബിസിനസ് വേൾഡ് ഇങ്ങനെ എന്താണ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് നമ്മുടെ ബിസിനസ് ലോയുടെ സ്കോപ്പും വർദ്ധിക്കുകയാണ്. അതേപോലെ തന്നെ ബിസിനസ് ലോയിൽ പല കാര്യങ്ങൾ എന്താണ് ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അതേതൊക്കെയാണ് നമുക്ക് നോക്കാം. സെയിൽ ഓഫ് ഗൂഡ്സ്, അതേപോലെ കോൺട്രാക്റ്റ്, പാർട്ട്ണർഷിപ്പ്, ഏജൻസി, ബെയിൽമെന്റ്, ക്യാരേജ് ഓഫ് ഗൂഡ്സ്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ്, ഇൻഷുറൻസ്, ആർബിട്രേഷൻ, ഇൻസോൾവൻസി, ഗ്യാരണ്ടി, അങ്ങനെ പല കാര്യങ്ങളും ബിസിനസ് ലോയിൽ അടങ്ങിയിട്ടുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള നമ്മൾ എന്താണ്, നമ്മുടെ ഈ ഞാൻ പറയാൻ പോകുന്നത് എന്താണ്, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആണ്. അപ്പോൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആണ് എന്താണ് ഫസ്റ്റ് ആയിട്ട് ബിസിനസ് ലോയിൽ വരുന്നത്. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴാണ് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് തൊട്ട് 75 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആക്ട് ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. ആ ആക്റ്റാണ് ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. സെപ്റ്റംബർ 1, 1872 ഈ ആക്ട് വന്നിട്ടുള്ളത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 73 വർഷം പിന്നിടുമ്പോഴും ഒരു മാറ്റവും വരാത്ത ഒരു ആക്ട്, അതാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. ഈ ഒരു ആക്ട് എന്തിനാണ് വന്നത്, നമ്മുടെ ബിസിനസ്സിനെയും ഇന്ന് പല തരത്തിലുള്ള കോൺട്രാക്റ്റിൽ പലരും ഏർപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ബിസിനസ് ആയാലും അതുപോലെ നിലവിലുള്ള ബിസിനസ്സിനെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാനും ഒക്കെ നമുക്ക് എന്താണ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് എന്താണെന്ന് അറിഞ്ഞിരിക്കണം.
അതേപോലെ ഒരാൾ മറ്റൊരാളുമായി കരാറിൽ ഏർപ്പെട്ടു. ഇപ്പോൾ എ എന്നൊരു വ്യക്തി ബി എന്ന വ്യക്തിയുമായിട്ട് കരാറിൽ ഏർപ്പെട്ടു. ഇവിടെ ബി എന്ന വ്യക്തി എ ചീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എ എന്ന വ്യക്തി ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല. അയാൾക്ക് അതിനു വേണ്ടിയാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് വന്നിട്ടുള്ളത്. കോൺട്രാക്ച്വൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ നമുക്ക് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് വഴി സാധിക്കും. ഇനി പറയുന്നത് ഈ ഒരു ആക്ട് 1872 സെപ്റ്റംബർ 1 വന്നതെന്ന് പറഞ്ഞു. ദി ആക്ട് ഹോൾ ഓഫ് ഇന്ത്യ. ദി ആക്ട് എക്സ്റ്റെൻഡ്സ് ടു ദി ഹോൾ ഓഫ് ഇന്ത്യ എക്സെപ്റ്റ് ദി സ്റ്റേറ്റ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ. ഈ ഒരു ആക്ടിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ മൊത്തത്തിൽ, അതായത് ജമ്മു ആൻഡ് കാശ്മീർ സ്റ്റേറ്റ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റിലും ഈ ആക്ടിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ആക്ട് ഡിഫൈൻ ചെയ്യുന്നത് സെക്ഷൻ 1 ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഡിഫൈൻ ചെയ്യുന്നത് സെക്ഷൻ 1. ദി ആക്ട് ഡീൽസ് വിത്ത് ഫസ്റ്റ്ലി ദി ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ലോ ഓഫ് കോൺട്രാക്ട് ആൻഡ് സെക്കൻഡ്ലി സം സ്പെഷ്യൽ കോൺട്രാക്ട്സ്. ഈ ഒരു ആക്ട് ഡീൽ ചെയ്യുന്നത് രണ്ട് വിധത്തിലാണ്. ഒന്ന് ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ലോ ഓഫ് കോൺട്രാക്ട്, രണ്ടാമത്തത് സ്പെഷ്യൽ കോൺട്രാക്റ്റിലാണ്. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഇന്ത്യൻ കോൺട്രാക്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, രണ്ട് പാർട്ടായിട്ട്. അതിൽ സെക്ഷൻ 1 മുതൽ സെക്ഷൻ 75 വരെ ജനറൽ പ്രിൻസിപ്പിൾസ് ആണ്. ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ദി ലോ ഓഫ് കോൺട്രാക്റ്റ് ആണ് പറയുന്നത്. അതുപോലെ സെക്ഷൻ 124 മുതൽ 238 വരെ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റ് ആണ് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, സെക്ഷൻ 1 മുതൽ 75 വരെ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ദി ലോ ഓഫ് കോൺട്രാക്റ്റ് ആണ് പറയുന്നത്. സെക്ഷൻ 124 മുതൽ 238 വരെ പറയുന്നത് സ്പെഷ്യൽ ടൈപ്സ് ഓഫ് കോൺട്രാക്റ്റ് ആണ്. There are 3 types of special type of contracts. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി ആൻഡ് ഗ്യാരണ്ടി സെക്ഷൻ 124 മുതൽ 147 വരെ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി ആൻഡ് ഗ്യാരണ്ടി ആണ് പറയുന്നത്. അതുപോലെ രണ്ടാമത് പറയുന്നത് കോൺട്രാക്ട്സ് ഓഫ് ബെയിൽമെന്റ് ആൻഡ് പ്ലഡ്ജ് സെക്ഷൻ 148 മുതൽ 181 വരെ കോൺട്രാക്ട് ഓഫ് ബെയിൽമെന്റ് ആൻഡ് പ്ലഡ്ജ് ആണ് പറയുന്നത്. അതുപോലെ ലാസ്റ്റത്തത് പറയുന്നത് കോൺട്രാക്ട് ഓഫ് ഏജൻസി സെക്ഷൻ 182 മുതൽ 238 വരെ കോൺട്രാക്ട് ഓഫ് ഏജൻസി ആണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി നിങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കും. മൂവ് ടു നെക്സ്റ്റ് ടോപ്പിക്, ഡെഫിനിഷൻ ഓഫ് കോൺട്രാക്ട്. According to section 2 subsection H of the Indian Contract Act 1872, an agreement enforceable by law is a contract. കോൺട്രാക്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ എച്ച് ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലാണ്. കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ an agreement enforceable by law. കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എഗ്രിമെൻറ്റും എൻഫോഴ്സിബിൾ ബൈ ലോയും കൂടി ചേർന്നതാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരണം എഗ്രിമെൻറ്റ് പ്ലസ് എൻഫോഴ്സിബിൾ ബൈ ലോ. എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഓഫർ പ്ലസ് അക്സെപ്റ്റൻസ്, അത് ഞാൻ പിന്നീട് പറയും. അതേപോലെ എൻഫോഴ്സിബിൾ ബൈ ലോ എന്ന് പറഞ്ഞാൽ മലയാളം മീനിങ് എന്ന് പറഞ്ഞാൽ നിയമസാധ്യതകൾ. 10 നിയമസാധ്യതകളുണ്ട്. ഈ 10 നിയമസാധ്യതകളും പ്ലസ് എഗ്രിമെൻറ്റ്, ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ഒരു കോൺട്രാക്റ്റ് ഉണ്ടാവുന്നത്. നമുക്കൊരു എക്സാമ്പിളിലേക്ക് പോവാം. ഇഫ് എ ഫാദർ പ്രോമിസസ് ഹിസ് സൺ എ മൊബൈൽ ഫോൺ, ഷുഡ് ദി ബോയ് സ്റ്റാൻഡ് ഫസ്റ്റ് ഇൻ ദി ഡിഗ്രി എക്സാമിനേഷൻ. ഒരച്ഛൻ മകനോട് പറയാണ്, നീ ഡിഗ്രി എക്സാമിനേഷനിൽ നല്ല മാർക്കോടുകൂടി പാസ്സായാൽ നിനക്ക് ഞാനൊരു മൊബൈൽ ഫോൺ വാങ്ങിത്തരാം. ഇതൊരു കോൺട്രാക്റ്റ് ആണോ? അല്ല. ദർ ഈസ് നോ ലീഗൽ റൈറ്റ്. ഇവിടെ ഒരു ലീഗൽ റൈറ്റ് ഇല്ല, എൻഫോഴ്സിബിൾ ബൈ ലോ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതെന്തല്ല, കോൺട്രാക്റ്റ് അല്ല. ഇനി നോക്കുക, വേറൊരു എക്സാമ്പിൾ നോക്കാം. രാജു പ്രോമിസസ് ടു ഡെലിവർ ടു ബിജു 250 bags ഓഫ് റൈസ് ഓഫ് എ സർട്ടൈൻ ഡിസ്ക്രിപ്ഷൻ. ദർ ഈസ് ആൻ എഗ്രിമെൻറ്റ്. ഇവിടെ രാജു പറയാണ് ബിജുവിനോട് എത്രയാണ് 250 ബാഗ് റൈസ് ഞാൻ ഡെലിവർ ചെയ്യാമെന്ന്. അപ്പോൾ ഇവിടെ ഇവർ രണ്ടുപേരും തമ്മിലാണ് കോൺട്രാക്റ്റ് ഉണ്ടാവുന്നത്. ഇവിടെ ലീഗൽ റൈറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ രാജുവും ബിജുവും തമ്മിൽ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാവുന്നത് ഡെലിവർ ടു 250 bags ഓഫ് റൈസ്. ഇവിടെ ലീഗൽ റൈറ്റ്സും കാര്യങ്ങളും വരുന്നുണ്ട്. നേരത്തെ എക്സാമ്പിൾ അച്ഛനും മകനും, അവിടെ ഒരു സോഷ്യൽ റിലേഷനാണ് ഉണ്ടാവുന്നത്. പക്ഷെ എന്തില്ല, അവിടെ ലീഗൽ റൈറ്റ് ഇല്ല. അപ്പോൾ ഒരു കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എഗ്രിമെന്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി ബൈ ലോ. മൂവ് ടു നെക്സ്റ്റ് ടോപ്പിക്, എഗ്രിമെന്റ്.
ഫസ്റ്റ് നമുക്ക് ഡെഫിനിഷൻ നോക്കാം. അക്കോർഡിംഗ് ടു സെക്ഷൻ 2 സബ്സെക്ഷൻ ഇ ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, every promise and every set of promises forming the consideration for each other is an agreement. എഗ്രിമെന്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ ഇ ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലാണ്. എന്താണ് ഇവിടെ പറയുന്നത്? ഒരു എഗ്രിമെന്റ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം? പ്രൊമിസ് ഉണ്ടായിരിക്കണം, എവരി സെറ്റ് ഓഫ് പ്രൊമിസസ് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ എന്തുണ്ടായിരിക്കണം? ഒരു കൺസിഡറേഷൻ കൂടി ഉണ്ടായിരിക്കണം. കൺസിഡറേഷൻ മീൻസ് സംതിങ് ഇൻ റിട്ടേൺ. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് പറയുന്നത്? ഒരു എക്സാമ്പിൾ നോക്കാം. A offers to sell his car to B for rupees 2,25,000. എ എന്നൊരു വ്യക്തി ബിയോട് പറയാണ്, ഞാൻ എൻ്റെ കാർ സെയിൽ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്, 2,25,000 രൂപക്കാണ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. നിനക്കിത് വാങ്ങാൻ താല്പര്യമുണ്ടോ എന്ന് എ ബിയോട് ചോദിക്കുകയാണ്. അപ്പോൾ ഇവിടെ എ ആണ് ചോദിക്കുന്നത്, അതെന്താണ്? ഓഫറാണ്. ഞാൻ എൻ്റെ കാർ സെയിൽ ചെയ്യുന്നു എന്നുള്ളത് ഓഫറാണ്. ബി അത് അക്സെപ്റ്റ് ചെയ്യുകയാണ്. ബി അത് അക്സെപ്റ്റ്, എനിക്ക് വാങ്ങാൻ ഇത് താല്പര്യമുണ്ടെന്ന് ബി പറയാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ആ ഡെഫിനിഷൻ, നേരത്തെ ഡെഫിനിഷൻ ശ്രദ്ധിക്കുക. എഗ്രിമെന്റിൽ എന്തുണ്ട്? പ്രോമിസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ ബി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ബി അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അത് എന്തായി മാറി? പ്രോമിസ് ആയി മാറി. അതേപോലെ തന്നെ നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞു കൺസിഡറേഷൻ ഉണ്ട് എന്ന്. ഇവിടെ എന്താണ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞത്? സംതിങ് ഇൻ റിട്ടേൺ ആണ്. ഇവിടെ എ ഓഫർ ചെയ്തു, ബി അക്സെപ്റ്റ് ചെയ്തു. ബിക്ക് എന്ത് കിട്ടി? കാർ കിട്ടി. എക്ക് എന്ത് കിട്ടി? 2,25,000 കിട്ടി. ദാറ്റ് മീൻസ് കൺസിഡറേഷൻ. അപ്പോൾ ഇവിടെ പ്രോമിസും വന്നു, കൺസിഡറേഷൻ വന്നു. ഇനി ശ്രദ്ധിക്കുക, എ പ്രൊവൈഡ് ചെയ്തത് എന്താണ്? ഓഫറാണ്. ബി എന്താണത്? അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ ശ്രദ്ധിക്കുക, എഗ്രിമെന്റ് ഈസ് ഈക്വൽ ടു ഓഫർ പ്ലസ് അക്സെപ്റ്റൻസ്. നെക്സ്റ്റ്, ഇവിടെ എ ആണ് ഓഫർ പ്രൊവൈഡ് ചെയ്തത്. അപ്പോൾ എ എന്ന വ്യക്തിയെ നമുക്ക് ഓഫറർ എന്ന് പറയാം. ബി ആണ് ഇത് അക്സെപ്റ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് ബി എ നമുക്ക് ഓഫറി, അതായത് ഡബിൾ ഇ, ലാസ്റ്റ് ഡബിൾ ഇ വരും. അപ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എഗ്രിമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഓഫർ പ്ലസ് അക്സെപ്റ്റൻസ് ആണ്. കോൺട്രാക്ട് എന്ന് പറയുന്നത് എന്താണ്? എഗ്രിമെന്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി ബൈ ലോ. അപ്പോൾ കോൺട്രാക്റ്റിനെ നമുക്ക് വീണ്ടും എന്താണ് കുറച്ചും കൂടി വലുതാക്കാം. അതായത് എഗ്രിമെന്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി ബൈ ലോ എന്നാണ് പറഞ്ഞത്. എഗ്രിമെന്റ് എന്താണ്? ഓഫർ പ്ലസ് അക്സെപ്റ്റൻസ്. അപ്പോൾ നമുക്ക് അതിന് എന്ത് ചെയ്യാം? ഓഫർ പ്ലസ് അക്സെപ്റ്റൻസ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി ബൈ ലോ, അങ്ങനെയും പറയാം. അപ്പോൾ ഇത്രയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ്. നിങ്ങൾ ആദ്യം കോൺട്രാക്ട് എന്തെന്ന് പഠിച്ചു, എഗ്രിമെന്റ് എന്താണെന്നും പഠിച്ചു. ഇനി എൻഫോഴ്സിബിലിറ്റി ബൈ ലോ എന്തൊക്കെയാണ്? 10 കാര്യങ്ങൾ വരുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കാം.